അപ്പം ഒരു കാര്യം ഉറപ്പായി, എന്തായിരുന്നാലും ഫിനാലയിൽ ഞാനില്ല. ഇല്ല. അതുപോലെ എനിക്ക് തോന്നുന്നു വേറെ ഏതോ ഒരു കണ്ടസ്റ്റന്റ് കൂടെ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഞാനില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി. കാര്യം ഇതൊരു കോളോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അത് ഞാനിവിടെ ഒന്ന് പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അയ്യോ റോക്കിയെ ബിഗ് ബോസിലോട്ട് വിളിച്ചില്ല, അതുകൊണ്ട് റോക്കി ഇതാ വന്നിരുന്ന് കരയുന്നു, അതിന്റെ കാര്യമൊന്നുമല്ല. ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഇതിനോടൊപ്പം മനസ്സിലായി കാണുമല്ലോ, ബിഗ് ബോസ് കാണുന്നവർക്ക് മനസ്സിലായി കാണും. ഇത് നമ്മുടെ റോക്കി തന്നെ വീണ്ടും വന്നിരിക്കുകയാണ്. വേറൊന്നിനുമല്ല, ഇപ്പൊ ബിഗ് ബോസിലേക്ക് പഴയ കണ്ടസ്റ്റന്റിനെ എല്ലാം വിളിക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് അണ്ണൻ 2 ലൈവ് ഒക്കെ ചെയ്തായിരുന്നു. അങ്ങനെ 2 ലൈവ് ഉണ്ട് അണ്ണന്റെ പേര്. അങ്ങനെ 2 ലൈവുകൾ അണ്ണൻ ചെയ്തു. ആദ്യത്തെ ലൈവ് വിളിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ചെയ്ത ലൈവ്, രണ്ടാമത്തേത് അണ്ണനെ വിളിച്ചില്ല എന്നറിഞ്ഞപ്പോൾ ചെയ്ത ലൈവ്. രണ്ടാമത്തെ ഭയങ്കര കോമഡിയാണ്. എനിവേ, ഇങ്ങനെ 2 ലൈവ് ആയിട്ടാണ് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ബിഗ് ബോസ് തൂക്കി വെളിയിൽ ഇറങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിജോ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് ഇടിക്കുകയും അതിനെ തുടർന്ന് സിജോയ്ക്ക് ഒരുപാട് സർജറി ഒക്കെ ചെയ്യേണ്ടി വന്നു. ഇപ്പോഴും സർജറി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിജോ. അത്രയും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം ചെയ്തതിന് ബിഗ് ബോസ് ചവിട്ടി പുറത്താക്കിയതാണ് റോക്കിയെന്ന്. ആ പുറത്താക്കിയ അന്ന് മുതൽ വന്നിരുന്നുകൊണ്ട് കരയുന്നതാണ്, എനിക്ക് ബിഗ് ബോസിൽ പോകണം, എന്നെ നിങ്ങൾ ബിഗ് ബോസ് തിരിച്ചെടുക്കണം, റോക്കിയെ തിരിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ക്യാമ്പയിൻ നടത്തണം എന്നൊക്കെ വന്നിട്ടുണ്ട്. ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചില്. അത് ഏൽക്കുന്നില്ല എന്ന് പറഞ്ഞു കണ്ടപ്പോൾ സിജോയോട് മാപ്പ് പറയുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒരു കുറെ വീഡിയോ ഇട്ടിറങ്ങി. ആ വീഡിയോ ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അണ്ണനെ ന്യായീകരിച്ച് മെഴുകുന്നല്ലാതെ സിജോയോട് മാപ്പ് പറയുന്നൊന്നും നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നില്ല. എന്നാലിപ്പോ ബിഗ് ബോസിൽ വിളിച്ചില്ല അല്ലെങ്കിൽ വിളിക്കാൻ പോകുന്നു അറിഞ്ഞപ്പോ 2 ലൈവായിട്ട് വന്നു. അതിൽ ആദ്യത്തെ ലൈവ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ഞാൻ റോക്കി. നമ്മൾ കുറച്ച് ദിവസമായല്ലേ കണ്ടിട്ട്, ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് 1-2 കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. എനിക്കിങ്ങനെ ഈ സോഷ്യൽ മീഡിയ കിടന്ന് അടികൂടാനൊന്നും എനിക്ക് ഒരു താല്പര്യമില്ല. ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഫേക്കായിട്ട് അടികൂടുന്ന ഒരാളുമല്ല. അണ്ണൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് മെഴുകുന്നു അടികൂടുന്നു ഇഷ്ടമല്ലാത്ത ആളാണ് നമുക്കറിയാമല്ലോ, അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ശരിയാണ് പറഞ്ഞത്, സോഷ്യൽ മീഡിയ കിടന്ന് അടി കൂടുന്നില്ല, പക്ഷെ സ്വന്തമായിട്ട് ന്യായം എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ ബിഗ് ബോസ് എടുക്കുന്നില്ല എന്നും പറഞ്ഞ് വന്നിരുന്നുണ്ട്, കരയുന്നുണ്ട്. കാരണം സിജോ വെളിയിൽ ഇല്ലാത്തതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ കിടന്ന് അടി ഉണ്ടാക്കുന്നത്. അപ്പൊ അടി നടക്കുന്നില്ല, പക്ഷെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഡെയിലി കിടന്ന് മെഴുകാറുണ്ട് ബിഗ് ബോസ് തിരിച്ചു പോകണമെന്നും പറഞ്ഞുകൊണ്ട്. ഒരാളുമല്ല. അപ്പോഴത്തേക്കും ഞാൻ ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. കുറച്ച് എന്റേതായിട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞു. മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങളിൽ കുറച്ച് എന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും അത് വലിയ പ്രോബ്ലത്തിലോട്ട് പോയി. അതല്ലെങ്കിൽ ആ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അടികൂടുന്ന അല്ലെങ്കിൽ ചെളിവാരി പരസ്പരം എറിയുന്ന ഒരു സാഹചര്യത്തിലോട്ട് പോയപ്പോഴത്തേക്കുമാണ് ഞാൻ വിട്ടത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതൊന്നും ശീലമില്ലാത്ത കാര്യമാണ്. എനിക്കിങ്ങനെ ഫേക്കായിട്ട് കിടന്ന് അടികൂടാനൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് അങ്ങനെയുള്ള ശീലമില്ല. ഓക്കെ, എന്തായിരുന്നാലും ഇപ്പൊ ഞാനൊരു വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാരണമാണ്. ഒന്നാമത്തെ കാരണം, ബിഗ് ബോസ് വഴിയാണല്ലോ എന്നെ നിങ്ങളൊക്കെ പരിചയപ്പെട്ടത്. എന്നെ അറിഞ്ഞത് ബിഗ് ബോസ് വഴിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി. കാര്യം ബിഗ് ബോസ് ഫൈനൽ വരാൻ പോവുകയാണ്. അപ്പം ഫൈനലിൽ നോർമലി നമ്മൾ ഇന്നുവരെ കണ്ടിട്ടുള്ള എല്ലാ ഫൈനലിലും തന്നെ ബിഗ് ബോസിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ കണ്ടസ്റ്റന്റും ഫൈനലിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഇതുവരെ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് യാതൊരു കോളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി ഫൈനലിൽ നിന്ന് അവരെന്നെ ഒഴിവാക്കിയോ എന്ന് പോലും എനിക്ക് അറിയാം. ഒഴിവാക്കിയോന്ന് അറിയത്തില്ലെന്ന് പറയണ്ട, അണ്ണനെ ഒഴിവാക്കിയത് തന്നെയാണ്. ഒരുത്തന്റെ മോന്ത ഇടിച്ചു പൊളിച്ച് അയാളെ ആശുപത്രിയിലാക്കി സർജറി ആക്കി ഒരു ക്രിമിനൽ കുറ്റം ചെയ്ത ആളിനെ വീണ്ടും തിരിച്ചതിന്റെ അകത്തോട്ട് വിളിക്കുമായിരിക്കും. 2 പേരെയാണ് ഇതില് ഫൈനലിലേക്ക് വിളിക്കാത്തത്. ഒന്ന് DJ സിബിനെയും പിന്നെ ഒന്ന് ഇങ്ങനെയുമാണ്. ഇങ്ങനെ വിളിക്കാത്തതിന്റെ കാരണം ഒരാളുടെ മോന്ത ഇടിച്ച് പൊളിച്ച് ഒരു ക്രിമിനൽ കുറ്റം ചെയ്തുകൊണ്ട് വിളിക്കത്തില്ല. DJ സിബിനെ വിളിക്കാത്തത് ആ ഷോയ്ക്കെതിരെ പ്രസ് മീറ്റ് ഒക്കെ വെച്ച് വളരെ നെഗറ്റീവായിട്ട് കുറെ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് അയാളെ വിളിക്കാൻ സാധ്യതയില്ല. 2 പേരെയാണ് വിളിക്കാത്തത്. ഇങ്ങനെ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതും പറഞ്ഞുകൊണ്ട് ഒരു ലൈവുമായിട്ട് വന്നിട്ടുണ്ട്. സംഭവം കണ്ടു കഴിഞ്ഞാൽ ഒടുക്കത്തെ കോമഡിയാണ്. ഇത്രയും നാളായിട്ടും ചെയ്ത തെറ്റും മനസ്സിലാകാതെ വീണ്ടും വന്ന് ന്യായീകരിച്ച് മെഴുകുന്ന ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്. രണ്ടാമത്തെ ലൈവ് കാണാം. ഹലോ, ഹായ്, ഞാൻ റോക്കി. എന്നാ നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ബിഗ് ബോസ് സീസൺ 6ന്റെ ഫിനാലെ നടക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് തോന്നുന്നു 4-5 ദിവസം കൂടെ ഉള്ളൂ. അപ്പം ഫിനാലെയാണ്. അപ്പം ഒരു കാര്യം ഉറപ്പായി, എന്തായിരുന്നാലും ഫിനാലയിൽ ഞാനില്ല. ഇല്ല. അതുപോലെ എനിക്ക് തോന്നുന്നു വേറെ ഏതോ ഒരു കണ്ടസ്റ്റന്റ് കൂടെ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഞാനില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി. കാര്യം ഇതൊരു കോളോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അത് ഞാനിവിടെ ഒന്ന് പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അയ്യോ റോക്കിയെ ബിഗ് ബോസിലോട്ട് വിളിച്ചില്ല, അതുകൊണ്ട് റോക്കി ഇതാ വന്നിരുന്ന് കരയുന്നു, അതിന്റെ കാര്യമൊന്നുമല്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ അധികം ഈ ബിഗ് ബോസ് സംബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇതുവരെ ഒരു ഇന്റർവ്യൂവോ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ കൊടുത്തിട്ടുമില്ല എക്സ്ക്ലൂസീവായിട്ട്. ബിഗ് ബോസിൽ വിളിക്കാത്തതുകൊണ്ട് അണ്ണൻ കരയുന്നില്ല എന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ഈ വീഡിയോ നമുക്ക് മനസ്സിലാക്കാം. ശരിയാണ്, അണ്ണൻ അത്ര ഒരു കരച്ചിൽ കരയുന്നില്ല. ഇനിയും ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും കൊടുത്തില്ല, പ്രസ് മീറ്റ് കൊടുത്തില്ല എന്നൊക്കെ അണ്ണൻ പറഞ്ഞു. എന്തിനു കൊടുക്കണം? ഡെയിലി വന്ന് വീഡിയോക്കകത്ത് ഞാനൊന്നും ചെയ്തില്ലേ, ഞാൻ ചെയ്തത് ന്യായീകരിക്കാമേ, ശിവൻ എന്നെ പ്രൊവോക്ക് ചെയ്താണ് ഞാൻ ഇടിച്ചേ, ഇല്ല ഇങ്ങനെ ഇല്ല, ബിഗ് ബോസ് തിരിച്ചെടുക്കണേ, ബിഗ് ബോസ് ഫൈനലിൽ വിളിക്കണേ എന്നൊക്കെ വന്ന് പറഞ്ഞുകൊണ്ട് ഡെയിലി പറയാനുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് അടിച്ച് അണ്ണൻ പറയുന്നുണ്ട്. ഇനിയിപ്പോ എന്തിനാണ് ഇന്റർവ്യൂ കൂടെ കൊടുക്കേണ്ട കാര്യം എന്താണ്? കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതല്ലാണ്ട്. പക്ഷെ ഞാനിപ്പോ ആഗ്രഹിക്കുന്നത്, എനിക്കും പറയാനുണ്ട് ഒരുപാട്.
അല്ലേ? എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം ബിഗ് ബോസിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ബിഗ് ബോസ് ഷോയെ പറ്റി, ഷോയിലുള്ള ആൾക്കാർക്കുള്ള തെറ്റിദ്ധാരണ പറ്റി, അല്ലെങ്കിൽ ആ ഷോ എന്താണ്, അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കുന്നത് എന്താണ്, ഷോയിൽ നടക്കുന്നത് എന്താണ്, എന്തുകൊണ്ടാണ് പിന്നെ റോക്കി പുറത്തു പോയതും, എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട്, അതായത് നമ്മൾ ഫൈനൽ 5 എത്തുമെന്ന് വിചാരിച്ച സിജോ ഇപ്പൊ പുറത്തു പോയതിന്റെ കാരണങ്ങളൊക്കെ എന്തുകൊണ്ടാണ് എന്നുള്ള കുറെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ എന്തൊക്കെയോ ഒരുപാട് പറയാനുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷെ അതൊന്നും കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലെന്നാ. പിന്നെ ബിഗ് ബോസിനെ കുറിച്ച് അങ്ങനെ ഒന്നും പറയുന്നില്ല എന്ന് പറയരുത്. അണ്ണൻ ഒരു ദിവസം ഏതോ ഒരു ലൈവ് എപ്പിസോഡ് ലൈവായിട്ട് റോസ്റ്റ് ചെയ്യാൻ നോക്കി, പക്ഷെ നാട്ടുകാരെ കണ്ടിട്ട് അണ്ണൻ റോസ്റ്റ് ചെയ്ത് വിട്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അതിന്റെ ഒരു വിഷമം കൂടെ അണ്ണന്റെ മുഖത്ത് കാണാനുണ്ട്. അണ്ണനിപ്പോ സിജോ പുറത്തതിനെ കുറിച്ച് ഏതാണ്ടൊക്കെ വലിയ കാര്യങ്ങൾ പറയാനുണ്ട് എന്നാണ് പറയുന്നത്. ഇനി സിജോ പുറത്തു പോയതിനെ കുറിച്ച് അണ്ണന് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. സിജോ പുറത്തു പോയതിന്റെ മെയിൻ കാരണം അണ്ണൻ തന്നെയാണ്. അണ്ണൻ അങ്ങേറെ മോന്ത ഇടിച്ച് പൊളിക്കുന്നതിന് മുമ്പ് വരെ സിജോ ഏതൊരു കാര്യത്തിനും കൗണ്ടർ ചെയ്ത് സംസാരിച്ചിരിക്കുന്ന ഒരാളായിരുന്നു. അണ്ണൻ അയാളുടെ മുഖം ഇടിച്ച് പൊളിച്ചതിന് ശേഷം അയാൾക്ക് ചൊവ്വ നേരെ വാ പോലും തുറക്കാൻ പറ്റുന്നില്ല. അതിന്റെ അകത്ത് നമുക്ക് തന്നെ പെയിൻ വരികയോ ചൊവ്വ നേരെ സംസാരിക്കാൻ പറ്റാത്തൊക്കെ ഒരു അവസ്ഥയൊക്കെ വന്നിരുന്നു. അതിനെ തുടർന്ന് അങ്ങനെ ഒരുപാട് സംസാരിക്കാതായപ്പോഴാണ് അങ്ങേർക്കുള്ള ജനങ്ങളുടെ സപ്പോർട്ട് കുറഞ്ഞത്. പുറത്തു പോകാനുള്ള കാരണവും ഇങ്ങനെ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണവും റോക്കി ഭായ് തന്നെയാണ്. നിങ്ങൾ ചെയ്തൊരു തെറ്റ് കാരണം, നിങ്ങൾ കാണിച്ചൊരു തെണ്ടിത്തരം കാരണമാണ് അങ്ങയുടെ ലൈഫും അല്ലെങ്കിൽ അങ്ങേരെ ഷോയിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ കാരണമായത്. എന്നിട്ടും ചെയ്ത തെറ്റ് മനസ്സിലാക്കുന്നില്ലല്ലോ എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ ചെയ്ത ഒരു തെറ്റാണ്, അത് അക്സെപ്റ്റ് ചെയ്യുക, അതിനാണ് അന്നെ വിളിക്കളഞ്ഞത്. അങ്ങനെ തെറ്റ് ചെയ്ത ഒരാളെ തിരിച്ചു വിളിക്കത്തുമില്ല. അത് മനസ്സിലാക്കിയാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. സിബിന് സംഭവിച്ചത് എന്താണ് എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ, എങ്ങനെയാണ് നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി അതിനകത്ത് എത്തപ്പെട്ടത്, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ എനിക്കും പറയാനുണ്ട്. ഞാനത് പറയും. ഞാൻ ഇനി കുറച്ച് എന്റേതായിട്ടുള്ള രീതിയിലുള്ള കുറച്ച് ഇന്റർവ്യൂസ് വരുന്നുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങളത് വാച്ച് ചെയ്യുക. അതിൽ റോക്കിക്കും ചിലത് പറയാനുണ്ട്. ഞാനത് പറയുക തന്നെ ചെയ്യും. ഓക്കെ, ബൈ, കാണാം. ആ ഇന്റർവ്യൂ ഒക്കെ വരണം. അണ്ണൻ തൊപ്പിയായിട്ടിരുന്ന ഒരു ഇന്റർവ്യൂ കൊടുത്ത് ഞങ്ങൾ കണ്ടായിരുന്നു. അവസാനം തൊപ്പിയെ തെറി വിളിച്ച് തൊപ്പി അണനായിട്ട് ഊക്കി വിട്ടതൊക്കെ നമ്മൾ കണ്ടതാണ്. കൊടുക്കണം, അണ്ണൻ ഇന്റർവ്യൂ കൊടുക്കണം. എന്നാൽ നമ്മളിപ്പോഴുള്ള സാധാരണക്കാർക്ക് കണ്ടന്റ് കിട്ടുള്ളൂ. ഇനി അണ്ണൻ ഒരാളുടെ മുഖം പിടിച്ച് പൊളിച്ചായിരുന്നല്ലോ, അയാളോട് ഓൺലൈൻ മീഡിയകളിൽ അന്നോട് വരെ സുഹൃത്ത് ബന്ധവും വെക്കാൻ താല്പര്യമുണ്ടോ, അതുപോലെ തന്നെ അണ്ണനെതിരെ കേസ് കൊടുക്കുവോ എന്നൊക്കെ പുറത്തിറങ്ങിയപ്പോ ചോദിച്ചായിരുന്നു. അതിന് ഷിജോ പറയുന്ന മറുപടി നമുക്കൊന്ന് കേൾക്കാം. ഇല്ല ബ്രോ, ഞാൻ അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്യുന്നൊന്നുമില്ല. എന്തിനാ അത്, അതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം, ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഞാനത് ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല ആ ഒരു സംഭവത്തെ പറ്റി. ഞാൻ എന്തിനാണ് ഓർത്തിട്ട് അതില് എന്താ പറയണ്ടേ, എനിക്ക് അനുഭവിച്ചു കഴിഞ്ഞു. അതിനകത്ത് ഞാൻ ഇനി പരാതിപ്പെട്ടോ അല്ലെങ്കിൽ അതിന്റെ ബേസിൽ ആലോചിച്ചിട്ടോ ചർച്ച ചെയ്തിട്ടോ പ്രത്യേകിച്ച് എനിക്കൊരു ഗുണമില്ല. എനിക്ക് ഗുണമില്ലാത്ത കാര്യം അല്ലെങ്കിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യത്തെ പറ്റി ഞാൻ എന്തിനാണ് ഒരു മീറ്റിംഗ് വെക്കുന്നത്, ഞാൻ എന്തിനാണ് സംസാരിക്കുന്നത്? അപ്പൊ അതില്ല. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഓഗസ്റ്റ് 5-ാം തീയതി എനിക്കിനി അടുത്ത എന്റെ ഒരു ചെറിയ ഓപ്പറേഷൻ കൂടെ ഉണ്ട് ഇവിടെ. എന്നെ സംബന്ധിച്ചോളം എന്റെ ജേർണിയുടെ ഭാഗമായിട്ട് ഇപ്പൊ നിൽക്കുന്നതാണ്. എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പം അങ്ങനത്തെ സംഭവത്തിൽ ഞാൻ എന്തിനാണ് വീണ്ടും അതിനെപ്പറ്റി എന്തിനാണ് ഞാൻ ഒരു മീറ്റിംഗ് വെച്ച് ചർച്ച ചെയ്യുന്നത്? അതേപോലെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുവന്നാൻ ആഗ്രഹമുണ്ടോ? എന്തോ അതേപോലെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുവന്നാൻ ആഗ്രഹം ഞാൻ എനിക്കിതിന് വ്യക്തമായിട്ടുള്ള മറുപടി ഉണ്ട്. നമുക്ക് ഒരു ദിവസത്തെ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ. അപ്പൊ ഇതാണ് പുള്ളിയുടെ ഒരു നിലപാട്. സത്യം പറഞ്ഞാൽ അണ്ണൻ രക്ഷപ്പെട്ടെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ചെയ്ത ഒരു ക്രിമിനൽ കുറ്റമാണ്. FIR ഇട്ട അണ്ണൻ അകത്താണ്. എന്നിട്ട് സിജോ അത് വെറുതെ വിടാനാണ് തീരുമാനം, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാനാണ് തീരുമാനം സിജോ പറയുന്നത്. സത്യം പറഞ്ഞാൽ അണ്ണൻ രക്ഷപ്പെട്ടു. അതുകൊണ്ട് അത് മനസ്സിലാക്കി ഉണ്ടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇവിടെ തെറ്റ് ചെയ്തത് അണ്ണനാണ്. അത് മനസ്സിലാക്കി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അണ്ണൻ ഈ പറയുന്നത് കേൾക്കാൻ ആൾക്കാരുണ്ടാവും. അത് അക്സെപ്റ്റ് ചെയ്യാത്തിടത്തോളം കാലം അണ്ണൻ ഊക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. പിന്നെ അണ്ണന്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടെന്നോ, റോൾസ് റോയ്സ് ഉണ്ടെന്നോ, വീട്ടിൽ ആർലി ഡേവിഡ്സൺ ഉണ്ടെന്നോ, ഓരോ വണ്ടി മാറി ഓടിക്കുമെന്നോ, വീട് ഗണ്ണുണ്ടെന്നോ, പീരങ്കി ഉണ്ടെന്നോ, മിസൈൽ ഉണ്ടെന്നോ ഒക്കെ അണ്ണൻ പറഞ്ഞായിരുന്നു. ഇതൊക്കെ ഉള്ള അണ്ണനല്ലേ. ഈ അണ്ണൻ എന്തിനാണ് ബിഗ് ബോസിന്റെ ഫെയിം? അണ്ണൻ പൈസ ഇറക്കണ്ട, അങ്ങനെ അങ്ങ് ഫേമസ് ആവ്. ഇതൊരുമാതിരി രാവിലെ മുതൽ വൈകുന്നേരം വരെ എനിക്ക് ബിഗ് ബോസിൽ കയറണേ. ബിഗ് ബോസിൽ നിന്ന് വിളിച്ച് പുറത്താക്കിയ കാരണമെങ്കിലും അണ്ണനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് പറയുമോ? എന്തായാലും അണ്ണൻ ഇന്റർവ്യൂ ഒക്കെ കൂടെ നമുക്കൊരു കണ്ടന്റ് ആവും.